ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ദിസ് ഇസ് മീ അൽഫിൻ അബ്ദുൽ സലാം. സോ നമ്മൾ എന്തുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്? വൈ വെയിറ്റിംഗ് ഫോർ റിസൾട്ട്സ് ഈസ് എ സ്ട്രാറ്റജിക് മിസ്റ്റേക്ക്. എന്താണ് അതിന്റെ UGC നെറ്റ് പെർസ്പെക്റ്റീവ് എന്നുള്ളതിനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത്. കാരണം ഒരുപാടധികം പേര് നമ്മുടെ കമന്റ് ബോക്സുകളായിട്ടും അല്ലെങ്കിൽ നമ്മുടെ എൻക്വയറീസ് ആയിട്ടും നമ്മളോട് ചോദിക്കുന്ന വലിയൊരു ഡൗട്ടാണ് നമ്മുടെ റിസൾട്ട് എന്നായിരിക്കും വരിക. എന്താണ് റിസൾട്ട്, എന്തായിരിക്കും റിസൾട്ടിൽ വരാൻ പോകുന്ന മാറ്റം, കട്ട് ഓഫുകളെ പറ്റി ഇങ്ങനെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. എന്റെ കട്ട് ഓഫ് കൂടുതലായിരിക്കുമോ, എനിക്ക് നെറ്റ് കിട്ടുമോ, JRF കിട്ടുമോ, ഒരുപാട് സംശയങ്ങളാണ് നമ്മുടെ ആസ്പിരൻസിന് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലായിട്ട് നടന്നു വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ആൻസർ കീ അനാലിസിസ് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു ആൻസർ കീ ചലഞ്ച് വന്നതിന് ശേഷം ഒരുപാടധികം സംശയങ്ങളാണ് കുട്ടികളുടെ ഉള്ളിൽ ജനിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന അതേ കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നമുക്കിനി റിസൾട്ടിനെ പറ്റി കാത്തിരിക്കാൻ അല്ല സമയമുള്ളത്. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രിപ്പറേഷനെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് വെക്കുവാനായിട്ട് പാടില്ല താനും. കാരണം UGC നെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമ്പറ്റേറ്റീവ് എലിമിനേഷൻ എക്സാം ആണ് അല്ലെ. റിലേറ്റീവ് പെർഫോമൻസിനനുസരിച്ചാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മളുടെ റിസൾട്ട് വരുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്സാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നെറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇത് ഒരുപാടധികം വേരിയബിൾ ഫാക്ടേഴ്സിനെ ബാധിച്ചാണ് റിസൾട്ട് ഇരിക്കുന്നത്. എത്ര പേര് എഴുതുന്നു, എത്ര നല്ലതായിട്ട് ഇവർ എഴുതുന്നു, ഇതിൽ ആർക്ക് ആയിരുന്നു ഈ പരീക്ഷ എളുപ്പമായിട്ടുള്ളത്. വിവിധ വിവിധതരം ടോപ്പിക്കുകളായിരിക്കും ഫേവറേറ്റ് ആയിട്ടുള്ളത്. ആ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വന്നാൽ അവർ ഓട്ടോമാറ്റിക്കലി കൂടുതൽ നന്നായിട്ട് എഴുതും. അപ്പോൾ അവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നതിനേക്കാളും തമ്മിൽ എഴുതുന്ന ആളുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതുന്ന ആൾക്കാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് UGC നെറ്റ് ക്വാളിഫിക്കേഷൻ കിട്ടുന്നത്. പേപ്പറിന്റെ ഡിഫിക്കൽട്ടിയും കോമ്പറ്റീഷനും അനുസരിച്ച് കട്ട് ഓഫിൽ വ്യത്യാസം വരും അല്ലെ. അങ്ങനെ വരുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ നമുക്ക് ഒരിക്കലും നമ്മളുടെ റിസൾട്ടിനെ അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്കിനെ, റിസൾട്ടിനെ നമുക്ക് നല്ലപോലെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡന്റ് ആയിട്ടിരിക്കാം. പക്ഷേ നമുക്ക് ഒരിക്കലും കട്ട് ഓഫ് മാർക്കിനെ 100% എന്താണ് കൃത്യതയോടുകൂടി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ നിങ്ങളോട് ആരെങ്കിലും പ്രെഡിക്റ്റ് ചെയ്ത് ഇന്നതായിരിക്കും കട്ട് ഓഫ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെ ചോദ്യപേപ്പർ ചോർത്തിയവരോ അല്ലെങ്കിൽ ഇത് ബാക്ക് എൻഡിലുള്ള ഇൻഫർമേഷൻ ലഭിച്ചവരോ അല്ലെങ്കിൽ ഇതിന്റെ ആൻസർ കീ ആയിട്ട് അനലൈസ് ചെയ്ത് ഓൾറെഡി കറന്റ് കട്ട് ഓഫ് പറഞ്ഞവരോ വല്ലതും ആയിരിക്കണം. അങ്ങനെ ആളുകൾക്ക് സാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ വിളിച്ചു വിടണം. അപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരിക്കലും റിസൾട്ടിനെ പറ്റി ബോധർ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ സാധനങ്ങൾ പഠിച്ചു തുടങ്ങണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴാണോ നമ്മൾ പരീക്ഷ നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ എന്താണോ പറഞ്ഞത് അതേ കാര്യം തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പഠനം ആരംഭിക്കുക തന്നെയാണ്. കാരണം അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾക്ക് ഇനിയും മുമ്പിലുള്ളത് 180 ദിവസങ്ങളാണ്. ഏകദേശം നമുക്ക് എക്സാമിന്റെ ആൻസർ അല്ലെങ്കിൽ റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ഈ വരുന്ന ജനുവരി 31 മുമ്പുള്ള 3 ദിവസങ്ങളിലായിട്ടാണ്. അതായത് 28, 29, 30, 31 ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു ദിവസമായിരിക്കും. അതായത് 17-ാം തീയതി നമ്മുടെ ആൻസർ കീ അനാലിസിസിന്റെ വിൻഡോ ആൻസർ കീ ചലഞ്ചിന്റെ വിൻഡോ ക്ലോസ് ആയതിന് 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് റിസൾട്ട് വരും. 2 ആഴ്ചയാണ് മാക്സിമം നമ്മൾ റിസൾട്ട് വിൻഡോ ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ഈ ജനുവരി നമ്മൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നഷ്ടപ്പെടുന്നത് 15 മുതൽ 20 ദിവസങ്ങളാണ്. ഈ 20 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഏകദേശം സിലബസ് പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ടീച്ചിങ് ആപ്റ്റ്യൂഡിന്റെയും റിസർച്ച് ആപ്റ്റ്യൂഡിന്റെയും ഓരോ മൊഡ്യൂളുകൾ നമ്മൾ കവർ ചെയ്യുന്ന ടൈമാണ് ഈ പറയപ്പെടുന്നത്. ഒന്നല്ല 2 മൊഡ്യൂളുകൾ എന്ന് നമ്മൾ കവർ ചെയ്യുന്ന ടൈമാണ് ഇതിൽ പറയുന്നത്. നിങ്ങളുടെ സബ്ജക്ട് പേപ്പറിലെ ഇൻട്രൊഡക്ഷൻ ബേസിക്കുകൾ നമ്മൾ റിവൈസ് ചെയ്തെടുക്കുന്ന ടൈമാണ് നമുക്കിവിടെ മിസ്സാകുന്നത്. കാരണം എന്തുകൊണ്ട് നമ്മൾ ഈ മിസ്സാകുന്നത് വാല്യൂ ആയിട്ട് കണക്കാക്കുന്നു? കാരണം ഇത്തവണത്തെ നെറ്റിന്റെ പരീക്ഷകൾ കോൺസെപ്റ്റ് ഡ്രിവണും ആപ്ലിക്കേഷൻ ഓറിയന്റഡും ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് മാറുകയാണ്. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റുകളെ പറ്റി അറിയുന്നതിനേക്കാൾ ഉപരി ഇതിന്റെ ബേസ് ഐഡിയ അറിഞ്ഞാൽ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യ ഉത്തര ശ്രേണിയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡിയെക്കാളും ഏറ്റവും നേരത്തെ ഉള്ള ബേസ് ലെവലിലുള്ള റീവാംഡ് സ്റ്റഡിയാണ് ഏറ്റവും നല്ലതായിട്ട് ഉള്ളത്. പിന്നെ റിസൾട്ട് മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒന്നുമില്ല, സിലബസ് മാറുന്നില്ല. കാരണം നമ്മളിപ്പോൾ നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അഡ്മിഷൻ ടു PhD കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നിർത്തേണ്ട പരീക്ഷയല്ല UGC നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. നമുക്ക് JRF കിട്ടുന്നിടത്തോളം അല്ലെങ്കിൽ നമുക്ക് സബ്ജക്റ്റിൽ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ എഴുതുന്ന ഒരു പരീക്ഷയായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു സാധനമാണ് UGC നെറ്റ് എന്ന് പറയുന്നത്. അതിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ലഭിക്കുന്നത് വരെ നമ്മൾ നെറ്റിന് വേണ്ടി പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ നെറ്റാണ്, അഡ്മിഷൻ ടു PhD ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ പഠനത്തിന്റെ മൊമെന്റം കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വളരെയധികം സഹായിക്കുന്ന ഒരു സാധനമായിരിക്കും ഏർലി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ ഏർലി പ്രിപ്പറേഷൻ നമ്മൾ ഏറ്റവും വൃത്തിയായിട്ട് എങ്ങനെ ചെയ്യുന്നുവോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ ഏറ്റവും നേരത്തെ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുമോ അത്രയും എളുപ്പത്തിൽ നമുക്ക് മുമ്പോട്ടുള്ള പഠനത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതായത് ഈ എന്താണ് ബയാസ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുക, അങ്ങ് ചെയ്ത് തുടങ്ങിയാൽ മാത്രം നമുക്കത് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷെ നാളെ ചെയ്യാന്നുള്ള പ്രൊക്രാസ്റ്റിനേഷൻ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും ഈ സാധനം എന്ത് ചെയ്യാൻ പറ്റില്ല, മുമ്പോട്ട് കൊണ്ടുപോകാനും ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും സാധിക്കില്ല. സോ ദ റൈറ്റ് തിങ് ടു ഡു ഇസ് സ്റ്റാർട്ട് അറ്റ് ദി ഏർലിയസ്റ്റ്, ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് തുടങ്ങാം. നിങ്ങൾ ഇനിയും മടിച്ചു നിൽക്കാതെ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. റിസൾട്ട് എവിടെ, റിസൾട്ട് എന്ന് വരും എന്നുള്ള ഡൗട്ടുകളെ നിങ്ങൾ മാറ്റിവെക്കുക. ആൻഡ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ദ ബെസ്റ്റ് സിസ്റ്റം ടു ഗിവ് യു ഗൈഡൻസ് ടു ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, നിങ്ങൾക്ക് ഈ വരുന്ന ആദ്യത്തെ 90 ദിവസങ്ങളിൽ നിങ്ങളുടെ ബേസ് നോളജിനെ റീവാമ്പ് ചെയ്തുകൊണ്ട് വീണ്ടും റിവൈസ്ഡ് ലേണിംഗിലൂടെ നിങ്ങൾ കംപ്ലീറ്റഡ് സിലബസിലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കണ്ട് പരീക്ഷകൾ എഴുതി മോഡൽ എക്സാമുകൾ എഴുതി വർക്കൗട്ടുകൾ ചെയ്ത് ബേസ് നോളജിനെ തറവാക്കിയതിനു ശേഷം മാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസിലൂടെ ലൈവ് സെഷനുകളിലൂടെ പുതിയ പുതിയ ടോപ്പിക്കുകളെയും പുതിയ പുതിയ ചോദ്യോത്തരങ്ങളെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസുമായിട്ട് നമുക്ക് ഈ വരുന്ന ജൂണില് JRF ഉറപ്പിക്കാനുള്ള സിസ്റ്റം നമ്മുടെ വിക്ടറി ബാച്ചിൽ റെഡി ആയിട്ടുണ്ട്. ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ്, മാനേജ്മെന്റ്, മലയാളം ആൻഡ് ഇവർക്ക് എല്ലാവർക്കും പേപ്പർ 1 കൂടെ നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പുതിയ മെത്തേഡ്, നമുക്കറിയാം എല്ലാ തവണയും പുതിയ പരീക്ഷ മാറുന്നതിനനുസരിച്ച് പുതിയ രീതിയിലുള്ള കോച്ചിങ്ങുമായിട്ട് നമ്മൾ എന്നും തയ്യാറാണ്. നമ്മുടെ ബാച്ചും സജ്ജമാണ് ഫോർ യു ഗൈസ് ടു ഗെറ്റ് യുവർ ജൂൺ JRF ഇൻ യുവർ ഹാൻഡ്സ്. അപ്പോൾ ഈ വരുന്ന ജൂണിൽ JRF നേടുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിക്ടറി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ബോർഡ് നമ്പർ ആയിട്ടുള്ള 8086881144 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ JRFിലേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ടും നെറ്റ് റിലേറ്റഡ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ please do subscribe to us and share this with your aspirant friends as well as you start making the notifications enabled. So until next time, it is me, Alfred Abdul Salam, signing off. Bye.